ഭരണപ്രതിസന്ധിയും അസ്വസ്ഥതകളും പ്രക്ഷോഭങ്ങളും ഇടതടവില്ലാതെ തുടരുകയാണ് അസമിൽ. പൗരത്വ പ്രശ്നത്തിലുള്ള പ്രതിഷേധത്തിനും പിന്നീട് സുബീൻ ഗാർഗിന്റെ ദുരൂഹ മരണത്തെ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങൾക്കും ശേഷം ഇപ്പോൾ അസം താഴ്വരയെയും മലനിരകളെയും വിറപ്പിക്കുന്നത് ഗോത്രവർഗ പ്രക്ഷോഭമാണ്. ആറ് സമുദായങ്ങളെ പട്ടികവർഗ പട്ടികയിൽ പുതിയതായി ഉൾപ്പെടുത്തുന്നതിനെ ചൊല്ലി അസമിൽ സംഘർഷം രൂക്ഷമാണ്. പട്ടികവർഗ വിഭാഗങ്ങളെ 3 മേഖലകളായി തിരിക്കുകയും 6 വിഭാഗങ്ങളെ പുതിയതായി ഉൾപ്പെടുത്തുകയും ചെയ്യുന്ന മന്ത്രിതല സമിതി ശുപാർശ നിയമസഭയിൽ അവതരിപ്പിക്കപ്പെട്ടു. ഇതിനെ തുടർന്ന് പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടു. സമതലങ്ങളിലും കുന്നുകളിലും താമസിക്കുന്ന നിലവിലെ ആദിവാസി സമൂഹങ്ങളുടെ പട്ടികവർഗ ലിസ്റ്റിലേക്ക് താഴ്വര, തേയിലത്തോട്ട മേഖലകളിലെ 6 പുതിയ വിഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തിയതാണ് പ്രക്ഷോഭത്തിന് കാരണം. നിലവിൽ 13% അസമിലെ പട്ടികവർഗ ജനസംഖ്യ. എന്നാൽ 27% വരുന്ന അഹോം, ചുട്ടിയ, മൊറാൻ, മതക്, കോച്ച്, രാജ്ബംഷി എന്നീ 6 വിഭാഗങ്ങളെ കൂടി ST പട്ടികയിൽ ഉൾപ്പെടുത്താനാണ് നീക്കം. ഇത് പ്രതിഷേധം സൃഷ്ടിച്ചു. തേയില മേഖലയിലെ ഗോത്രങ്ങളെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് 6 സമുദായങ്ങളും സ്വാഗതം ചെയ്തെങ്കിലും തങ്ങളുടെ അവകാശങ്ങളെ ഈ തീരുമാനം ദുർബലപ്പെടുത്തുമെന്ന് നിലവിലെ ഗോത്രവർഗ്ഗങ്ങൾ ആശങ്കപ്പെടുന്നു. നൂറുകണക്കിന് പ്രതിഷേധക്കാർ കൊക്രജാറിലെ സ്വയംഭരണ ബോഡോലാൻഡ് ടെറിട്ടോറിയൽ കൗൺസിൽ ആസ്ഥാനത്ത് അക്രമാസക്തമായി പ്രതിഷേധിച്ചു. BTC സർക്കാരിന് നൽകിയ NOC പിൻവലിക്കണമെന്നവർ ആവശ്യപ്പെട്ടു. എന്നാൽ 6 സമുദായങ്ങൾക്ക് പട്ടികവർഗ പദവി നൽകുമ്പോൾ നിലവിലെ ST സമുദായങ്ങളുടെ താൽപ്പര്യത്തിന് വിരുദ്ധമാകരുതെന്ന വ്യവസ്ഥയിലാണ് NOC നൽകിയതെന്നാണ് BTC അധ്യക്ഷൻ അഗ്രാമ മൊഹിലാരി പറയുന്നത്. 2016 ആദ്യമായി നോർത്ത് ഈസ്റ്റിൽ ഭരണം പിടിച്ച BJP 10 വർഷം പിന്നിടുമ്പോൾ വടക്ക് കിഴക്കിൻ്റെ രാഷ്ട്രീയത്തെ മൊത്തത്തിൽ നിയന്ത്രിക്കുന്ന ശക്തിയായി മാറിക്കഴിഞ്ഞു. എന്നാൽ പുതിയ പ്രക്ഷോഭം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ കണ്ണുവെച്ചതാണെന്നുള്ള വിമർശനം ഉയരുന്നു. 27% വരുന്ന 6 ഗോത്രവിഭാഗങ്ങളെ കൂടി ST പട്ടികയിൽ പെടുത്തുന്നതോടെ രാഷ്ട്രീയമായ അനിഷേധ്യത തുടരാമെന്ന് ഹിമന്ത ബിശ്വ ശർമ്മ സർക്കാർ കണക്കുകൂട്ടുന്നു. 13% നിലവിലെ പട്ടികവർഗ വിഭാഗക്കാർ കനത്ത പ്രതിഷേധവും അക്രമാസക്തമായ സമരവും നടത്തുന്നതും വോട്ടിനെ ബാധിച്ചേക്കും. ബോഡോലാൻഡ്, തിമഹസാവോ, കാർബി ആംഗ്ലോങ് മേഖലകളിലാണ് കൂടുതൽ ഈ ഗോത്രങ്ങൾ താമസിക്കുന്നത്. ഈ ഗോത്രങ്ങളുടെ ഭാഗമായ വിദ്യാർത്ഥികൾ ബോഡോലാൻഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നടക്കം പ്രതിഷേധിക്കാനിറങ്ങി. ആയിരങ്ങളാണ് അവകാശം ഹനിക്കപ്പെടുമെന്ന ആശങ്കയിൽ സമരം കടുപ്പിച്ചത്. ഗുവാഹത്തിയിൽ ഗോത്ര സംഘടനകൾ സർക്കാർ റിപ്പോർട്ടിന്റെ പകർപ്പുകൾ കത്തിച്ചു. ബോഡോ ആദിവാസി വിദ്യാർത്ഥികൾ ഓഫീസുകൾ അടിച്ചു തകർക്കുകയും വാഹനങ്ങൾ തീവെക്കുകയും ചെയ്തു. 2 കോടി പേരെ അടിച്ചേൽപ്പിച്ചാൽ നിലവിലെ 45 ലക്ഷം ആദിവാസികളുടെ അവകാശം നഷ്ടപ്പെടുമെന്ന് ഓൾ ബോഡോ സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റ് ദിബൻ ബോറോ പറയുന്നു. കഴിഞ്ഞ ദിവസം രാത്രി അസമിൽ പലയിടത്തും ആയിരക്കണക്കിന് പേരാണ് വിവിധ റാലികളിൽ പങ്കെടുത്തത്. ഏതായാലും അസ്വസ്ഥതകൾ തുടരുകയാണ്. ഇടതടവില്ലാത്ത പ്രക്ഷോഭ ശബ്ദങ്ങളാണ് അസമീസ് മലനിരകളിൽ നിന്ന് പ്രതിധ്വനിക്കുന്നത്.